കോഷ്യന്റ് ഓഫ് പവേഴ്സ്. കോഷ്യന്റ് ഓഫ് പവേഴ്സ് അപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ല. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2�3 ഇൻറ്റു 2�2 എന്നാണെങ്കിൽ എന്താണ്? ആ ഇൻറ്റു ആണെങ്കിൽ എന്താണ്? 2 ആണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനി എന്താണ്? ഡിവൈഡ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കി ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 3² ഇൻറ്റു 3⁴ ആണെങ്കിൽ ഇൻറ്റു ആണ് ഇവിടെ നിന്നെങ്കിൽ എന്താണ്? ഇത് രണ്ടും കൂടി ഈ പവർ ഇത് 2 3 ആണ് അല്ലേ? പിന്നെ പവർ ആണ് വ്യത്യാസം അല്ലേ? അപ്പോൾ ഈ 2 3 ആണെങ്കിൽ ഒരു 3 എഴുതിയിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ? പ്ലസ് ചെയ്താൽ മതി അല്ലേ? 2 + 4 6 അതാണ് ഇൻറ്റു ആണെങ്കിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിവിഷൻ ആണ് കേട്ടോ, ഡിവൈഡ് ആണ് കേട്ടോ. നോക്കൂ, 2⁸ ഡിവൈഡഡ് ബൈ 2⁵. ഡിവൈഡ് ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻറ്റു ആണെങ്കിൽ എന്താണ്? ആ പവർ തമ്മിൽ പ്ലസ് ചെയ്യാണ് വേണ്ടത് അല്ലേ? ഇനി ഡിവൈഡ് ആകുമ്പോൾ ആ പവർ തമ്മിൽ മൈനസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 2⁸ ഡിവൈഡ് ബൈ 2⁵ എന്ന് പറയുമ്പോൾ ഇത് 2 ആണ് കേട്ടോ. അത് നോക്കണം കേട്ടോ. നമ്പർ 2 തന്നെയാണ് ഉള്ളത്, അല്ലെങ്കിൽ 3യോ ഇത് രണ്ടും സെയിം ആയിരിക്കണം ആ നമ്പർ കേട്ടോ. അപ്പോൾ 2⁸ ഡിവൈഡ് ബൈ 2⁵ എന്ന് പറയുമ്പോൾ 2⁸ - 5 കേട്ടോ. അപ്പോൾ 2⁸ - 5 എന്താണ്? 8 - 5 8 5 പോയാൽ 3 അല്ലേ? അപ്പോൾ 2⁵3. Then next നോക്കൂ, 5�6 ഡിവൈഡ് ബൈ 5⁴. അപ്പോൾ 5�6 - 4 അല്ലേ? 6 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 5⁵2 അല്ലേ? Then next 8⁻15 ഡിവൈഡ് ബൈ 8⁻6 ആണ് അല്ലേ? അപ്പോൾ 8⁻15 - 6 ആണ് കേട്ടോ. അപ്പോൾ 15 - 6 എന്താണ്? 9 കേട്ടോ. 8�9 എന്ന് വരും കേട്ടോ. അപ്പോൾ ഡിവൈഡ് ആണെങ്കിൽ എന്താണ്? പവറുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. ഇൻറ്റു ആണെങ്കിൽ പവറുകൾ തമ്മിൽ എന്താണ്? പ്ലസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നോക്കൂ, x⁻m ഡിവൈഡഡ് ബൈ x⁻n ആണെങ്കിൽ x⁻m - n അല്ലേ? മുകളിലത്തെ പവറിന്ന് താഴത്തെ പവർ കുറയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ. ദെൻ അപ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് തിരികെ ക്വസ്റ്റ്യൻ കേട്ടോ. 288 ഡിവൈഡഡ് ബൈ 36 എന്ന് പറഞ്ഞാൽ 288 നമ്മൾ എന്താക്കും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം കേട്ടോ. എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയാലോ? അതാ ഇങ്ങനെ അല്ലേ? ഇങ്ങനെ വെച്ച് ചെയ്യുന്നതുണ്ടല്ലോ, അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 288നെ 2⁵ ഇൻറ്റു 3² എന്ന് കിട്ടും. അതുപോലെ 36ന് അതേപോലെ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 2² ഇൻറ്റു 3² എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 288 ഡിവൈഡഡ് ബൈ 36ന് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതും? 2⁵5 ഇൻറ്റു 3² ബൈ 2⁵2 ഇൻറ്റു 3² എന്ന് എഴുതുക. കണ്ടില്ലേ? ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതി അല്ലേ? ഇനി ഇപ്പോൾ ഡിവൈഡ് ആകുമ്പോൾ 2ന്റെ പവറുകൾ എന്താക്കുക? മൈനസ് ചെയ്യുക അല്ലേ? 5 - 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2⁵5 ഡിവൈഡഡ് ബൈ 2⁵2 അല്ലേ? അപ്പോൾ 2⁵5 - 2 2⁵3 എന്ന് കിട്ടി. പിന്നെ എന്താണ്? 3² മൈനസ് 3² ഡിവൈഡഡ് ബൈ 3² അല്ലേ? അപ്പം ഇതിൻ്റെ പവർ തമ്മിൽ എന്താക്കുക? 3⁻2 - 2 അല്ലേ? 3⁻2 - 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 - 2 പറഞ്ഞാൽ 0 അല്ലേ? അപ്പോൾ 3⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 288 ഡിവൈഡഡ് ബൈ 36 2⁻3 എന്ന് കിട്ടും കേട്ടോ. 2⁻3 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 പ്രാവശ്യം 2 ഇൻറ്റു ചെയ്യുക അല്ലേ? 2 × 2 × 2 അല്ലേ? 2 × 2 എന്ന് പറഞ്ഞാൽ 4 4 × 2 എന്ന് പറഞ്ഞാൽ 8. ഓക്കെ. അപ്പോൾ പവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 3⁻1 എന്നാണെങ്കിൽ എന്താണ്? 3 ആണ് കേട്ടോ. 3⁻1 എന്ന് പറഞ്ഞാൽ 3. ഇനി 5⁻1 എന്ന് പറഞ്ഞാൽ 5, 6⁻1 എന്ന് പറഞ്ഞാൽ 6, 8⁻1 എന്ന് പറഞ്ഞാൽ 8. പവർ 1 ആണെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും. ഇനി 3⁻0 ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. 3⁻0 ആണെങ്കിൽ എന്തായിരിക്കും? 1 ആയിരിക്കും കേട്ടോ. 1. ഇനി 5⁻0 പറഞ്ഞാൽ 1, 6⁻0 പറഞ്ഞാൽ 1, 10⁻0 പറഞ്ഞാൽ 1, 99⁻0 പറഞ്ഞാൽ 1. അപ്പോൾ പവർ 0 ആണെങ്കിൽ ആ നമ്പർ നമ്മൾ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ അതാണ് വന്നത്. 2⁵5 ഇൻറ്റു 3² ഡിവൈഡ് ബൈ 2² ഇൻറ്റു 3⁻2 അല്ലേ? അപ്പോൾ 2⁵5 ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 - 2 അല്ലേ? 5 - 2 പറയുമ്പോൾ 2⁵5 - 2 ഇൻറ്റു പിന്നെ 3⁻2 - 2 അല്ലേ? അപ്പോൾ 2⁵5 - 2 പറയുമ്പോൾ 2⁻3 1 ഇൻറ്റു 3⁻2 - 2 പറഞ്ഞാൽ 0 അല്ലേ? 3⁻0 3⁻0 പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2⁻3 × 1 8. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 512 ഡിവൈഡഡ് ബൈ 64 എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം? ഫസ്റ്റ് എന്താക്കണം? നമുക്ക് ഈ പ്രൈം ഫാക്ടറൈസേഷൻ കാണണം അല്ലേ? 512ൻ്റെയും കാണണം, 64ൻ്റെയും കാണണം അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാണേണ്ട രീതിയൊക്കെ അറിയാം അല്ലേ? അപ്പോൾ നിങ്ങളത് കാണുക. എന്നിട്ട് നമുക്ക് ആദ്യം 512ൻ്റെ ചെയ്യാം. അപ്പോൾ 512 ഡിവൈഡഡ് ബൈ 64 ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം? ആദ്യം 512നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 512നെ എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക? 512 എന്ന് പറഞ്ഞിട്ട് എഴുതുക.
അപ്പോൾ 512നെ നമുക്ക് എന്താക്കിയതാ 512നെ ഇങ്ങനെ ഇതിലെ 2 ഇങ്ങനെ ഡിവൈഡ് ചെയ്തില്ലേ 512 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് വെക്കുക. അപ്പോൾ 256 കിട്ടും. പിന്നെ ഇങ്ങനെ ചെയ്ത് 256നെ 2 ഡിവൈഡ് ചെയ്യുക 128 കിട്ടും. ഇതിങ്ങനെ കഴിയാത്തവർ എന്താക്കുക സൈഡിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഉത്തരം എഴുതുക കേട്ടോ. ദെൻ അടുത്ത് അപ്പോൾ എന്താക്കുക 512നെ നമ്മൾ എന്താക്കി 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 × 2 എന്ന് എഴുതി അല്ലേ. അപ്പോൾ എത്ര 2 ഉണ്ട് 512ൽ 512ൽ എത്ര 2 ആണ് 512 is equal to 2 raised to എത്രയാണ് 1 2 3 4 5 6 7 8 9 അല്ലേ. അപ്പോൾ 2 raised to 9 കൊടുക്കുക കേട്ടോ. ഇനി എന്താണ് 2 raised to 9 കൊടുത്തു. ഇനി 64ന് ഏതാണ് 64 നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ. 64 is equal to എങ്ങനെ എഴുതാം നമുക്ക് 64 is equal to 2 തന്നെ അല്ലേ. അപ്പോൾ എത്ര 2 ഉണ്ട് 2 എന്ന് എഴുതാദ്യം. എന്നിട്ട് ഇവിടെ എണ്ണി വെക്കുക 64ൻ്റെ കണ്ടോ 2 1 2 3 4 5 6 അല്ലേ. അപ്പോൾ 2 raised to 6 എന്ന് എഴുതുക. ഓക്കെ 2 raised to 6 എഴുതുക. ഇനി നമ്മൾ എന്താക്കുക 512 ഡിവൈഡഡ് ബൈ 64 is equal to 2 raised to 9 ഡിവൈഡഡ് ബൈ 2 raised to 6 എന്ന് എഴുതുക. അല്ലെങ്കിൽ 512 ബൈ 64 is equal to 2 raised to 9 ബൈ 2 raised to 6 എന്ന് എഴുതുക. നിങ്ങൾ ഇഷ്ടം പോലെ അത് എഴുതുക. ഓക്കെ അപ്പോൾ 512 ഡിവൈഡഡ് ബൈ 64 is equal to 512 നമുക്ക് എത്ര കിട്ടി 2 raised to 9 അല്ലേ. പിന്നെ ഡിവൈഡഡ് ബൈ 64 എത്ര കിട്ടി 2 raised to 6 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം is equal to എന്താണ് ഡിവൈഡ് ആകുമ്പോൾ ഇൻറ്റു ആണെങ്കിൽ എന്താണ് പവർ തമ്മിൽ പ്ലസ് ചെയ്താൽ മതി അല്ലേ. ഡിവൈഡ് ആകുമ്പോൾ എന്താണ് പവർ തമ്മിൽ മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താ is equal to നമുക്ക് എങ്ങനെ എഴുതാം 2 raised to 9 minus 6 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്താക്കുക മൈനസ് ചെയ്യുക അല്ലെ. ഡിവൈഡ് ആകുമ്പോൾ അത് മൈനസ് ചെയ്യുക. അപ്പോൾ 2 raised to 9 minus 6 എന്ന് എഴുതുക. അപ്പോൾ 2 raised to 9 minus 6 എന്ന് ഈക്വൽ ടു എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക ഈക്വൽ ടു എന്താണ് 2 raised to 9 minus 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 അല്ലേ. അപ്പോൾ 2 raised to 3 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 raised to 3. ഓക്കെ അപ്പോൾ എന്താണ് 512 minus 64 എന്ന് പറയുമ്പോൾ എന്താണ് 2 raised to 3 ആണ് കേട്ടോ. ഓക്കെ അപ്പോൾ 512 ഡിവൈഡ് ബൈ 64 is equal to 2 raised to 3. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ ദെൻ അടുത്ത എന്താ 25 ഡിവൈഡഡ് ബൈ 125 കേട്ടോ. 3125 ഡിവൈഡഡ് ബൈ 125 ആണ് നെക്സ്റ്റ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ 3125ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക ഏതിൻ്റെ ഒന്നെങ്കിൽ ഇത് 5 ആണ് ലാസ്റ്റ് അല്ലേ. ചിലപ്പോൾ 3ൻ്റെയും 5ൻ്റെ ഒക്കെ പവറായിട്ട് വരും. പിന്നെ 125ൻ്റെ കണ്ടുപിടിക്കുക 125ൻ്റെ കണ്ടുപിടിക്കുക. അതേപോലെ എന്നിട്ട് എന്താക്കുക ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പവർ എടുത്ത് മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 3125ൻ്റെ നമ്മൾ എന്താക്കിയത് ചെയ്തു കേട്ടോ. അപ്പോൾ 3125ന് നമ്മൾ ആദ്യം ലാസ്റ്റ് 5 ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് 5ൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് എൻഡിങ് ചെയ്യുന്ന ഏതാന്ന് നോക്കുക. അത് വെച്ചിട്ട് എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 5 ആയതുകൊണ്ട് ഇവിടെ 5 ചെയ്യുക. പിന്നെ എന്താണ് 3125 ഡിവൈഡഡ് ബൈ 5 നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ താഴെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ ദെൻ 625 തൊട്ട് 625 5 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ എന്ത് കിട്ടും 125 എന്ന് കിട്ടും. 125 5 ഡിവൈഡ് ചെയ്താൽ 25 എന്ന് കിട്ടും. 25 5 ഡിവൈഡ് ചെയ്താൽ 5 പിന്നെ 5 1 അല്ലേ. അപ്പോൾ 3125ൻ്റെ നമുക്ക് കിട്ടി. ഇനി 125ൻ്റെ ആണ് അല്ലേ. അപ്പോൾ 125ൻ്റെ നമുക്ക് ചെയ്യുക ഇതേപോലെ തന്നെ അല്ലേ. 125ൻ്റെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും കാണിച്ചു. അപ്പോൾ 125ൻ്റെ നമ്മൾ ചെയ്യുക ലാസ്റ്റ് 5 ആണ്. അതുകൊണ്ട് 5 ചെയ്യുക. അപ്പം 125 ഡിവൈഡ് ബൈ 5 ചെയ്താൽ 25 കിട്ടും. 25 5 ഡിവൈഡ് ചെയ്താൽ എന്ത് 5 കിട്ടും. 5 5 ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും കേട്ടോ. എന്നാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ നമുക്ക് എന്താക്കാം 3125 ഡിവൈഡ് ബൈ 125 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് മൈനസ് ചെയ്യണം അല്ലേ. അതിൻ്റെ പവർ എടുത്ത് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് എഴുതുക എങ്ങനെയാണ് ഇതിനെ നമുക്ക് ആദ്യം ഈ എന്താണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കുക ഇങ്ങനെ എഴുതാം 25 ഡിവൈഡഡ് ബൈ എഴുതുക. ഇത് 3125 ഡിവൈഡഡ് ബൈ 125നെ 3125 ബൈ 125 എഴുതിട്ടോ. അപ്പോൾ ഇനി ഇതിനെ ഈക്വൽ ടു പറഞ്ഞിട്ട് എന്താക്കുക 3125 ഇതാ ഇവിടെ ചെയ്തല്ലേ. അതിലെത്ര 5 ഉണ്ട് 1 2 3 4 5 അല്ലേ. 5 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 5 raised to 5 എന്ന് എഴുതുക കേട്ടോ. 5 raised to 5 എന്ന് എഴുതുക ബൈ എന്താണ്
ബൈ അപ്പം നോക്കൂ ഇതിനെ 5:5 അല്ലേ. ഇവിടെ 3125 എത്ര 5 നമ്മൾ കണ്ട് 1 2 3 4 5 അല്ലേ. അപ്പോൾ 5:5 ബൈ 125 എത്ര 5 കണ്ട് 1 2 3 അല്ലേ. അപ്പോൾ 5:3 അല്ലേ. ഇനി ഈക്വൽ ടു എന്താ എഴുതുക, മൈനസ് ചെയ്ത് എഴുതണം അല്ലേ. നമുക്ക് ഈക്വൽ ടു എന്താ 5 എന്താ എഴുതുക, 5 മോളത്തെ പവർ എന്താ ഉള്ളത് 5 അല്ലേ. 5 ഡിവിഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ രണ്ട് പവറും കൂടി മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 5:5 -3 ആണ് ചെയ്യേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ 5:5 -3 ഈസ് ഈക്വൽ ടു എന്താ, ഇത് 5 - 3 ചെയ്ത് മനസ്സിലായില്ല, ഡിവിഷൻ ആയതുകൊണ്ട് അല്ലേ, ഹരണം ആയതുകൊണ്ട് ഡിവൈഡ് ആയതുകൊണ്ടാണ് എന്താക്കിയത് നമ്മൾ അതിൻ്റെ പവർ എടുത്ത് മൈനസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതും ഈ മോളത്തെ ഈ നമ്പർ സെയിം ആവണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ 5 ഈക്വൽ ടു എന്താണ് 5:5 -3 ചെയ്തു ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാം, 5 എന്താ വരും 5 -3 എത്രയാണ് 2 അല്ലേ. അപ്പോൾ 5:2 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പം 3125 ഡിവൈഡഡ് ബൈ 125 ഈസ് ഈക്വൽ ടു എന്താണ് 5² അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ 243 ഡിവൈഡഡ് ബൈ 27 ആണ് അല്ലേ. അപ്പം അതിൻ്റെ എന്താണ് അതിൽ പവർ കാണണം അല്ലേ. 243 ഡിവൈഡഡ് ബൈ 27 എങ്ങനെ ചെയ്യാം. അപ്പോൾ 243 ഡിവൈഡഡ് ബൈ 27 നമുക്ക് 243 ബൈ 27 ഇതാ. ഇനി നമുക്ക് എന്താക്കുക, നമ്മളെ പ്രൈം ഫാക്ടറൈസേഷൻ കാണുക. കാണുക കേട്ടോ. അപ്പോൾ 243ൻ്റെ എങ്ങനെ കാണാം, ഇവിടെ എന്താണ് ലാസ്റ്റ് 5 ആണ്, നമ്മൾ 5നോടാണ് ചെയ്യണ്ടായിനി അല്ലേ. ഇതിപ്പോൾ 3 ആണ് അല്ലേ. അപ്പോൾ 3 ആകുമ്പോൾ ഈവൻ അല്ല, 2നോട് ചെയ്യാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമുക്ക് 3നോടും ചെയ്ത് നോക്കുക. അപ്പോൾ 243 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്, നിങ്ങളുടെ സൈഡിൽ ചെയ്ത് നോക്കുക. 243 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നോക്കൂ 24ൽ എത്ര 3 ഉണ്ട്, 8 അല്ലേ. 8 4 അല്ലേ 24. ഓക്കെ 8. പിന്നെന്താണ് 24ൽ 8, പിന്നെ 3ൽ എത്ര 3 ഉണ്ട് 1 അല്ലേ. അപ്പോൾ നമുക്ക് 81 അങ്ങനെയല്ലേ. നോക്കൂ 81 × 3 എത്രയാ 1 3 3 8 3 24. ഓക്കെ, അപ്പോൾ 81 കിട്ടി അല്ലേ. ഇനി നമുക്കെന്താ 81ൽ എത്ര 3 ഉണ്ട് നോക്കാം അല്ലേ. അപ്പോൾ 81ൽ എത്ര 3 ഉണ്ട്, 81ൽ നിങ്ങൾ ചെയ്ത് നോക്കുക. 81 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8ൽ എത്ര 3 ഉണ്ട് നോക്കുക. എത്രയാണ് 2 അല്ലേ. 2ഉം പിന്നെ ബാക്കി 6 അല്ലേ. 6ൽ 2 21 7 അല്ലേ. അപ്പോൾ നമുക്ക് 27 എഴുതാം അല്ലേ. ഇവിടെ 27 2 7 അല്ലേ. 27 എഴുതാം. പിന്നെ 27ൽ എത്ര 3 ഉണ്ട് നോക്കുക. എത്ര 3 ആണ് 27ൽ, 3 9s ആണെന്ത് 27 അല്ലേ. അപ്പം 3 9s 27 വരും. അപ്പോൾ ഇവിടെ 9 എഴുതുക. ഓക്കെ, അപ്പോൾ 9. ദെൻ 9ൽ എത്ര 3 ഉണ്ട്, 9ൽ എത്ര 3 ആണ് 3 അല്ലേ. അപ്പോൾ 3 ഇവിടെ എഴുതുക. ഓക്കെ, ഇനി 3ൽ എത്ര 3 ആണ് വരുന്നത്, 3ൽ 3 വരുന്നുണ്ട്. എത്ര ആണ് 1 അല്ലേ. 1. ഓക്കെ, ദെൻ അപ്പോൾ ശരിയല്ലേ, നോക്കിയൊന്ന് ശരിയല്ലേ നോക്കൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ 243 കിട്ടണം അല്ലേ. 3 × 3 9, 9 × 3 27, 27 × 3 എത്രയാണ് 81, 81 × 3 243. അപ്പോൾ 243 അല്ലേ. അപ്പോൾ നമുക്ക് 243ൻ്റെ കിട്ടിയില്ലേ. ഇനി നമുക്ക് കിട്ടുക എന്താ 27 ആണ് അല്ലേ. അപ്പോൾ 27ൻ്റെ അതേപോലെ തന്നെ ചെയ്യാം അല്ലേ. 27ൽ എന്താണ് 3 വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 27ൽ എത്ര 3 ഉണ്ട് 9 അല്ലേ. 9. അപ്പോൾ 27ൽ 9 അല്ലേ. അപ്പോൾ ഇവിടെ 9 എഴുതുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, 9ൽ എത്ര 3 ഉണ്ട് നോക്കുക. അപ്പോൾ എത്രയാണ് 3 അല്ലേ. 3 വെച്ചിട്ട് തന്നെ കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ 3. അപ്പോൾ ഇവിടെ എത്രയാണ് 9ൽ എത്ര 3 ഉണ്ട് നോക്കുക. 3 തന്നെ അല്ലേ. അപ്പോൾ 3 3 9 അല്ലേ. നിങ്ങൾ നോക്കുക, ഈ അടിയത്തും ഈ സൈഡത്തും കൂടി ഇൻറ്റു ചെയ്താൽ ഈ മുകളിലത്തെ നമ്പർ കിട്ടണം കേട്ടോ. അങ്ങനെ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത് 3ൽ എത്ര 3 ഉണ്ട് 1 അല്ലേ. അപ്പോൾ ഇവിടെ 1 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കി 27 കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, 243 ഡിവൈഡഡ് ബൈ 27 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ആദ്യം 243ൻ്റെ എഴുതല്ലേ. 243ൻ്റെത് ആദ്യം 3 എഴുതിയിട്ട് എന്താക്കുക, അപ്പോൾ അതിൻ്റെ പവറാക്കി എഴുതുക. ഓക്കെ, ഈസ് ഈക്വൽ ടു എത്ര 3 അല്ലേ. 3 പിന്നെ അതിൻ്റെ പവർ എത്രയാണ്, ഈ 243ൽ നമ്മൾ ചെയ്തപ്പോൾ എത്ര കിട്ടി, 1 2 3 4 5 അല്ലേ. അപ്പോൾ 3ൻ്റെ പവറായിട്ട് 5 ചെയ്തല്ലേ 5. അപ്പം
അപ്പോൾ 3 എത്രയാണ് 5 അല്ലേ. അപ്പോൾ 3^5/27 അല്ലേ, ബൈ 27 അല്ലേ. അപ്പോൾ 27 എത്ര 3 ഉണ്ട് 1 2 3. അപ്പോൾ 3ന്റെ പവർ ആക്കിയിട്ട് എന്താക്കുക നമുക്ക് 3^3 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ 3^3 എന്ന് എഴുതുക. ദെൻ അപ്പോൾ 3^5/3^3 എന്ന് എഴുതി. ഇനി ഈക്വൽ ടു എന്താണ്, ഇത് ഡിവൈഡ് ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് പവർ തമ്മിൽ 3^5 - 3 അല്ലേ. അപ്പോൾ 3^5 - 3 എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിപ്പോൾ എന്താണ് ഡിവിഷൻ ആയതുകൊണ്ട് എന്താണ് ചെറിയ വലിയതിൻ്റെ അടുത്തേക്ക് ഈ ചെറിയ പവർ കൊണ്ടുവരും അല്ലേ. അപ്പോൾ 5 - 3 എന്നായി. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, ഈക്വൽ ടു 3 എന്താണ് ഈക്വൽ ടു 3 എന്താണ് 3^5 - 3 അല്ലേ എഴുതുക. അപ്പോൾ 5 - 3 5 3 കുറച്ച് എത്രയാ 2 അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ 3^2. അപ്പോൾ നമുക്ക് എന്താ കിട്ടി 3² എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഈ 3² ഇതാണ് കേട്ടോ. ഓക്കെ അപ്പം 3² ആണ് 243/27 എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നെക്സ്റ്റ് 1125/45 ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം, അതേപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടിൻ്റെയും പവർ എടുത്തിട്ട് ഡിവൈഡ് ആയതുകൊണ്ട് മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് 1125/45 അല്ലേ. അപ്പോൾ 1125 നമ്മൾ എന്താക്കുക പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക അല്ലേ. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് ഇത് ലാസ്റ്റ് 5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 5 തന്നെ ചെയ്യാം അല്ലേ. അപ്പോൾ 5 ചെയ്യാം. അപ്പോൾ 1125/5 എത്രയാണ് 1125/5 225 അല്ലേ. അപ്പോൾ നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടും 225 കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 11 എത്ര 5 ഉണ്ട് 2 അല്ലേ. അപ്പോൾ 2 എന്നോട് എഴുതുക. പിന്നെ ഇവിടെ 11 10 അല്ലേ 5 2 10 അല്ലേ. അപ്പോൾ 1 ഇവിടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ 1ഉം 2 അടുത്ത നമ്പർ കൂടി ഒരുമിച്ച് എടുക്കുക. 12 എത്ര 5 ഉണ്ട് നോക്കുക, എത്രയാണ് 2 തന്നെ അല്ലേ. അപ്പോൾ 2 5 10 ആണ്. അപ്പോൾ 2 ഇവിടെ എഴുതുക. പിന്നെ ആ 10ൽ 12 ആണല്ലോ. അപ്പോൾ 2 അവിടെ ബാലൻസ് ഉണ്ട്. അപ്പോൾ 25 അല്ലേ. 25 എത്ര 5 ഉണ്ട് നോക്കുക. അപ്പോൾ എത്രയാണത് 5 അല്ലേ. അപ്പോൾ 225 ആയിരിക്കും കിട്ടുക കേട്ടോ. then അടുത്ത എന്താ 225 എത്ര 5 ഉണ്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ 225 എത്ര 5 ഉണ്ട് 225 ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയൊക്കെ വേണം അല്ലേ. 225 എത്ര 5 ഉണ്ട് നോക്കുക. അപ്പോൾ 225 എത്ര 5 ഉണ്ട് നോക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ സൈഡിൽ ഒന്നെങ്കിൽ എന്താക്കുക 225/5 ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക 2ൽ 5 പോലെ അല്ലേ. ഇനി 22 എത്ര 5 ഉണ്ട് നോക്കുക, എത്ര 4 അല്ലേ. അപ്പോൾ 4 ആണ് 25 അല്ലേ. അപ്പോൾ 4 5 20 ആണ്. ഇനി എന്താ അവിടെ 20 അല്ലേ. അപ്പോൾ 2ൽ 22 ഉണ്ട് അല്ലേ. അവിടെ എന്താ 2 ബാലൻസ് അല്ലേ. ആ 2 ഈ 5ലേക്ക് കൂട്ടുക. അപ്പോൾ 25 എത്ര 5 ഉണ്ട് 5 അല്ലേ. അപ്പോൾ 45 ആണ് ഇവിടെ. ഇനി 45 എത്ര 5 ഉണ്ട് 45 എത്ര 5 ഉണ്ട് 5 9s are 45 അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക ഇവിടെ ടീച്ചർ 45 എത്ര 5 ഉണ്ട് നോക്കുക. അപ്പോൾ എത്രയാണ് 9 അല്ലേ. 9 ആണ്. അപ്പോൾ 9 എഴുതുക. ഇനി ഇതിലെത്രയാണ് ഇതിൽ 5 ഉണ്ടോ അല്ല 3 ആണ് ഇല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് 3 എഴുതുക. അപ്പോൾ 3 എത്ര ഉണ്ട് 3 3s are 9 അല്ലേ. 9ൽ എത്ര 3 ആണ് 3 അല്ലേ. അത് നിങ്ങൾ 9/3 ചെയ്ത് നോക്കുക. അപ്പോൾ 3 തന്നെ കിട്ടും അല്ലേ. ഇനി എന്താ 3ൽ എത്ര 3 ഉണ്ട് നോക്കുക. അപ്പോൾ എത്രയാണ് 1 അല്ലേ. അപ്പോൾ 1 ഇവിടെ എഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് 1125 കിട്ടി. ഇനി 45 ചെയ്യണം അല്ലേ. അപ്പോൾ 45 അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യുക അല്ലേ. 45 ഇവിടെ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ആയും ചെയ്യാം അല്ലേ. 45 അതേപോലെ ചെയ്യുക. എന്താക്കുക അല്ലേ ഇതാക്കുക. ഓക്കെ. അപ്പോൾ എന്താണ് 45 എത്ര ഉണ്ട് 5 അല്ലേ. എത്ര 5 9 അല്ലേ. അപ്പോൾ ഇവിടെ 9 എഴുതുക. 45/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 9 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 9 എഴുതുക. ഈ 9ൽ 5 അല്ല 3 ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 3. അപ്പോൾ 9/3 എത്രയാണ് 3 അല്ലേ. അപ്പോൾ 3 ഇവിടെ എഴുതുക. ഇനി 3ൽ എത്ര 3 ആണെന്ന് 3. അവിടെ 2 ഒന്നും എന്താ എഴുതാത്തത് 2 ഒക്കെ ഇതാക്കിയാൽ എന്താണ് ബാലൻസ് വരും അല്ലേ. ബാലൻസ് വരാൻ പാടില്ല അല്ലേ. നമുക്ക് എന്താണ് 0 ബാലൻസ് വരണം. അങ്ങനത്തെ നേരെ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ 3ൽ എത്ര വർഷം 3 1 ഓക്കെ. ദെൻ അപ്പോൾ നമുക്ക് എന്താക്കി 45ൽ 5ഉം 3ഉം കിട്ടി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്താൽ 1125 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക അവിടെ 5ൻ്റെ ഉണ്ട് 3ൻ്റെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും
ഇവിടെ വർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പം ഈക്വൽ ടു മൊത്തം എഴുതാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു എഴുതി കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര 5 ഉണ്ട്? ഒരു 5ഉം ഉണ്ട് 3ഉം ഉണ്ട് അല്ലേ. അപ്പോൾ 5 × 3 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 5 എത്ര ഉണ്ട്? 1 2 3 അല്ലേ. 3 ഉണ്ട് 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 5⁻³ എഴുതുക അല്ലേ. 5⁻³ അല്ലേ. ദെൻ അടുത്ത് 3 2 അല്ലേ. അപ്പോൾ ഇവിടെ എന്താ 3⁻² എന്ന് എഴുതുക. ഓക്കെ, ഇനി ബൈ അല്ലേ. ഇനി ബൈ 45 ഇല്ലേ. 45ന് അതേപോലെ തന്നെ 5ഉം 3 ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 5 ഉണ്ട് അല്ലേ. 5 × ഒരു 5 ഉള്ളൂ അല്ലേ. 5⁻1 ആണ്. × 3 എത്ര ഉണ്ട്? 2 അല്ലേ. അപ്പോൾ 3ന്റെ പവർ 2 എന്ന് എഴുതുക. ഓക്കെ, എഴുതിയല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ 5ഉം ഉണ്ട് 3ഉം ഉണ്ട് അല്ലേ. എവിടെയുണ്ട് 5ഉം 3ഉം ഉണ്ട് അല്ലേ. ഇനി എന്താക്കുക? 5ന്റെ പവറുകളെ നമുക്ക് ഒരുമിച്ച് എഴുതുക, 3ന്റെ പവറുകളെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? 5⁻³ ഇങ്ങനെ 3 - 5⁻³ ഇതിന്റെ പവർ എന്താ? 1 അല്ലേ. അടിയത്തെ 5ന്റെ പവർ 1 ആണല്ലോ. അപ്പോൾ 3 - 1 × 3⁻² - 2 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് 5⁻³ - 1 × 3⁻² - 2 എന്ന് എഴുതാം. ഇനി ഇസ് ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു എന്താ? 5 - ഇസ് ഈക്വൽ ടു എന്താണ്? 5⁻³ എന്താ വരിക? 5⁻³ 3 - 1 അല്ലേ. അപ്പോൾ 3 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 3 - 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ 5⁻² എന്ന് എഴുതാം കേട്ടോ. നമുക്ക് 5⁻³ - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 5⁻² × 3⁻² - 2 പറഞ്ഞാൽ എന്താ? 0 അല്ലേ. അപ്പോൾ 3⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ 5² × 3⁻0 പറഞ്ഞാൽ 1. എന്തിന്റെ പവർ ആണെങ്കിൽ പവർ 0 ആണെങ്കിലും 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ 1000⁻0 പറഞ്ഞാലും 1, 99⁻0 പറഞ്ഞാൽ 1, 1⁻0 പറഞ്ഞാൽ 1, ഇനി 2⁻0 പറഞ്ഞാൽ 1. ഇനി പവർ 0 ആണോ ആ നമ്പർ 1 ആയി മാറും കേട്ടോ. അപ്പോൾ ഏത് 1,00,000⁻0 ആണെങ്കിലും 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ 3⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 5⁻0 പറഞ്ഞാൽ എന്താ? 1, 7⁻0 പറഞ്ഞാൽ എന്താ? 1. അപ്പോൾ പവർ 0 ആണെങ്കിൽ ആ നമ്പർ മൊത്തം 1 ആയി മാറും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5² × 1 എഴുതാം അല്ലേ. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 5² × 1 കിട്ടും. ഇസ് ഈക്വൽ ടു എന്താണ്? 5² എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ 1125/45 ഇസ് ഈക്വൽ ടു എത്രയാണ്? 5². ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ഹാഫ് ഓഫ് 2⁻10 ആസ് പവർ ഓഫ് 2 എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 2⁻10ന്റെ ഹാഫ്. അപ്പോൾ ഹാഫ് ഓഫ് 2⁻10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 അല്ലേ. ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. അപ്പോൾ 1/2 × എന്താണ്? 2⁻10 അല്ലേ. 2⁻10 വരും. ഓക്കെ, അത് 2ന്റെ പവർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1/2 × 2⁻10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 2⁻10 അല്ലേ. 2⁻10 എന്താണ്? 2 അല്ലേ. 1 × 2⁻10 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻10 അല്ലേ. 2⁻10 ഈസ് ഈക്വൽ ടു 2⁻10 എന്താണ്? 2 അല്ലേ. ഇനി എന്താണ്? ഇത് മുകളിലത്തെ പവർ 10 ആണ്, അടിയത്തെ പവർ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഇതാ? ഇസ് ഈക്വൽ ടു 2⁻10 എന്താണ്? 1 എഴുതുക അല്ലേ. 10 - 1 അല്ലേ. ഇസ് ഈക്വൽ ടു എങ്ങനെ ഇതാ? 2⁻9 അല്ലേ. 2⁻9 എഴുതുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 2⁻9 ആണ് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ല. 2⁻10/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2ന്റെ പവർ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ 2⁻10 - 1 ഇസ് ഈക്വൽ ടു 2⁻9. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 1/3 ഓഫ് 3⁻12 ആസ് എ പവർ ഓഫ് 3. ഇനി എന്താ? 1/3 ഓഫ് 3⁻12നെ എന്താണ്? 3ന്റെ പവർ ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3 പറഞ്ഞാൽ എന്താ? 1/3 അല്ലേ. അപ്പോൾ 1/3 × എന്താണ്? 3⁻12 അല്ലേ. അപ്പോൾ 3⁻12 എന്ന് എഴുതുക. അപ്പോൾ 1 × 3⁻12/3 ആണല്ലോ ഇതിന് എഴുതുക അല്ലേ. അപ്പോൾ 1 × 3⁻12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3⁻12 അല്ലേ. 3⁻12/3 അല്ലേ. ഓക്കെ, ഇനി 3⁻12/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3⁻12 എന്താ ചെയ്യുക? അതും 3 ഇതും 3 അല്ലേ. അപ്പോൾ ഇതിന്റെ പവറിനെ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ. 3 എന്ന് പറഞ്ഞാൽ എന്താ? 3⁻1 അല്ലേ. അപ്പോൾ 12 - 1 എഴുതുക കേട്ടോ. അപ്പോൾ 12 - 1 അല്ലേ. അപ്പോൾ 3⁻12 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 നിന്ന് 1 കുറച്ച് എത്രയാണ്? 11 അല്ലേ. അപ്പോൾ 3⁻11 ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഭാഗം മനസ്സിലായില്ലേ. ഓക്കെ, താങ്ക് യു.